പോളിക്കെതിരെ പീഡനക്കേസ്. എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി. എന്ത് പറ്റിയടാ? ഇനി നീ എങ്ങാനും ചേച്ചി, he's a nice guy, very innocent. ഇന്നസെന്റ് ആണോ ഒടുവിലാണോ എന്നൊക്കെ അവൻ അടുത്തറിയുമ്പോൾ മനസ്സിലാവും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നതാണ് ഈ യുവതിയുടെ പരാതി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. പോലീസ് അന്വേഷിച്ചിരിക്കുകയാണ്. ഞങ്ങളെ പുറത്ത് തല കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ ഇവന്റെ കുടുംബത്തിന്റെ അപമാനം എല്ലാത്തിനും നിന്നെ കൂടെ ഉത്തരം പറയിക്കും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? ഞാൻ ഓപ്പണായിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ്. ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരാടി. പുള്ളി ഇന്റർവ്യൂ വിളിച്ചിട്ട് നമ്മളെ ശാരീരികമായി ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നിവിൻ പോളി ബഷീർ രണ്ടുപേരെ കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടത്. ഇവരിൽ നിന്ന് മോശമായ അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചിട്ട് ചെയ്തൊരു റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുരിയച്ചന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് കരുതുകയരുത്. എത്ര കാലം കഴിഞ്ഞാൽ മരിക്കാന്നറിയില്ലല്ലോ. അതുവരെ ജീവിച്ചു പോകണ്ടേ. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം.